The next approach which is going to discuss is about the contingency approach. So this is the third approach in the modern approach. So we have already discussed the classifications of modern approach, which is the quantitative approach and the systems approach. Then the third one in the modern approach is the contingency or situational approach. So this is the latest approach in the management field, and this was developed by J.W. Lorsch and P.R. Lawrence. So they have developed this new approach in the management field, and this is entirely different from the previous approaches that I have discussed earlier. അതായത് ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരുപാട് അപ്രോച്ചസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ അപ്രോച്ച്, അതുപോലെ സിസ്റ്റംസ് അപ്രോച്ച് പറഞ്ഞു. ഇനി അതിൽ നിന്നെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇതിൽ മെയിനായിട്ട് പറയുന്ന പോയിന്റ് എന്തെന്ന് വെച്ചാൽ there is no one best solution for a problem because the problems are different in different situations. അതായത് മാനേജ്മെന്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് അതിന് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദി സൊല്യൂഷൻ ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി പ്രോബ്ലം ആൻഡ് ഓൾസോ ദി നേച്ചർ ഓഫ് ദി സിറ്റുവേഷൻ ഓർ ദി ടൈപ്പ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് ഓരോ സിറ്റുവേഷനിലും എന്ത് സൊല്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ മാനേജ്മെന്റ് ആണ് അവിടെ തീരുമാനിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി മാനേജേഴ്സ് ടു അഡാപ്റ്റ് ദി particular solution to that problem. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ സിറ്റുവേഷണൽ എന്ന് പറയുന്നത്. അതായത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ അഡോപ്റ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കണ്ടീജൻസി എന്ന് പറഞ്ഞാലും ആ ഒരു പെർട്ടിക്കുലർ ടു ദാറ്റ് സിറ്റുവേഷൻ, അതാണ് കണ്ടീജൻസി എന്ന് പറയുന്നത്. ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണോ അതായിരിക്കണം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റ് പ്രീവിയസ് അപ്രോച്ചസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിന് പറയുന്നുണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. ബട്ട് അത് എല്ലാ സിറ്റുവേഷനിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഓർഗനൈസേഷനും അതിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലും ഡിഫറൻസ് വരുന്നതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പിൾസും നമുക്ക് ഒരേപോലെ എല്ലാ ഓർഗനൈസേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മോഡേൺ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് കണ്ടീജൻസി അപ്രോച്ച്. ഇനി അതുപോലെ ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് ഈസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഈസ് നോ വൺ ബെസ്റ്റ് വേ ടു മാനേജ് ആൻ ഓർഗനൈസേഷൻ. അതായത് ഒരു ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആണ് ഇതെല്ലാം. ജോൺ വുഡ്വേർഡ്, അതുപോലെ ജോർജ് സ്റ്റോക്കർ, പോൾ ലോറൻസ്, ഇവരൊക്കെയാണ് മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ ഈ കണ്ടിജൻസി അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പേർട്സ്. സോ ദിസ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ടു ലീഡർഷിപ്പ് ആസ് വെൽ ആസ് ബിസിനസ് മാനേജ്മെന്റ്. അപ്പോൾ ഈ രണ്ട് ഫീൽഡിലും ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സിസ്റ്റംസ് അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. എൻ്റയർ ഓർഗനൈസേഷൻ ഈസ് വ്യൂഡ് ആസ് എ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ മോഡേൺ അപ്രോച്ച് വരുന്നത്. സോ ദി ഓർഗനൈസേഷൻ ഹാവ് ടു ഡീൽ വിത്ത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അപ്പോൾ പല സിറ്റുവേഷൻസും പല ഓർഗനൈസേഷനും ഡീൽ ചെയ്യുന്ന ആ മെത്തേഡ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻസും വ്യത്യസ്തമായിരിക്കും. സോ ദാറ്റ് ഈസ് വൈ we said that there is no single best way of managing applicable to all situations. അപ്പോൾ ഒരു സിംഗിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും എന്താണ് അവിടെ പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ അതായിരിക്കണം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊല്യൂഷൻ. സോ പ്രാക്ടിക്കൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊപ്പഗേറ്റിംഗ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി ഉള്ള മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഹെൻറി ഫയോള് 14 പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
FW ടൈലർ കുറച്ച് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അപ്ലിക്കബിൾ ആണ്, പക്ഷെ അത് എല്ലാ ഓർഗനൈസേഷനിലും ഒരേപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ മറ്റൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ദാറ്റ് ഈസ് ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ് റിക്വയർ ഡിഫറെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ഓരോ സർക്കംസ്റ്റാൻസസും ഓരോ സിറ്റുവേഷനും ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വർക്ക്സ് ഫോർ വൺ ഓർഗനൈസേഷൻ മെ നോട്ട് വർക്ക് ഫോർ ദി അതർ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ മറ്റൊരു ഓർഗനൈസേഷനിൽ നമുക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കീ കണ്ടിജൻസീസ് ദാറ്റ് അഫക്ട് ദി മാനേജ്മെന്റ് പ്രാക്ടീസസ്. അപ്പോൾ എന്തൊക്കെയാണ് കീ ഫാക്ടേഴ്സ്? ഇപ്പോൾ കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആവാം അല്ലെങ്കിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആവാം. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ടെക്നോളജി, ലീഗൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസ്, അതുപോലെ പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ഏതാണ് നമ്മളെ അഫക്ട് ചെയ്യുന്നത്, അതിന്റെ ബേസിലായിരിക്കണം നമ്മൾ ഓരോ സൊല്യൂഷനും എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടിജൻസി അപ്രോച്ച് അല്ലെങ്കിൽ ഒരു കണ്ടിജൻസി തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇറ്റ് ഹെൽപ്സ് ദി മാനേജർ ടു എക്സാമിൻ വേരിയസ് സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണ് അത് എക്സാമിൻ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കണ്ടിജൻസി അപ്രോച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അഡാപ്റ്റിംഗ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. അതായത് ആ സർക്കംസ്റ്റാൻസ്, ആ ഒരു സിറ്റുവേഷൻ എന്താണ് അതിനോട് നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ചേഞ്ചിങ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ചേഞ്ചിങ് എൻവയോൺമെന്റിലാണ് ഒരു ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ അവിടെ നമുക്ക് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദർഫോർ ഈച്ച് സിറ്റുവേഷൻ റിക്വയർസ് ഇറ്റ്സ് ഓൺ യുണീക് സൊല്യൂഷൻ. ഓരോ സിറ്റുവേഷനും അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ തന്നെ കണ്ടെത്തണം. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി മാനേജേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടിജൻസി അപ്രോച്ചിൽ വരുന്നത്. കണ്ടിജൻസി അല്ലെങ്കിൽ സിറ്റുവേഷൻ അപ്രോച്ച് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് എന്താണ് സൊല്യൂഷൻ, നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതായിരിക്കണം മാനേജേഴ്സ് ആ ഒരു സിറ്റുവേഷനിൽ അഡോപ്റ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദി സൊല്യൂഷൻസ് ആർ കംപ്ലീറ്റ്ലി സിറ്റുവേഷണൽ. അതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള, ഇപ്പൊ നേരത്തെ ക്ലാസിക്കൽ അപ്രോച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സയന്റിഫിക് ടെക്നിക്സ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ചിൽ പറയുന്നത് ഹ്യൂമൻ ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. സോഷ്യൽ ഫാക്ടേഴ്സും അതുപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കബിൾ ആണ്, പക്ഷെ അത് എല്ലാ ഓർഗനൈസേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നത്. സോ ഹിയർ ദി സൊല്യൂഷൻസ് ആർ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്രോച്ച് അതാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ടു ഓൾ മാനേജീരിയൽ പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഇത് സിസ്റ്റം അപ്രോച്ചും സിസ്റ്റം അപ്രോച്ചും അതുപോലെ ബിഹേവിയറൽ അപ്രോച്ചും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ കണ്ടിജൻസി അപ്രോച്ച് വരുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് ദി സിസ്റ്റം അപ്രോച്ച് ആൻഡ് ഓൾസോ ദി ബിഹേവിയറൽ അപ്രോച്ച്. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് ഈ കണ്ടിജൻസി അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷനും അതുപോലെ അതിന്റെ എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിൽ വരുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇറ്റ് ഗൈഡ്സ് ദി മാനേജേഴ്സ് ടു ബി അഡാപ്റ്റീവ് ടു ദി എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിനോട് നമ്മൾ കോപ്പപ്പ് ചെയ്ത് പോകണം അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് പോകണം. അതാണ് ഈ ഒരു അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ടെൽസ് ദി മാനേജേഴ്സ് ടു ബി ഓപ്പൺ മൈൻഡഡ്. വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്, അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഇവിടെ സിസ്റ്റം അപ്രോച്ചിലെ പോലെ ഇവിടെ എന്താണ് ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ സബ് സിസ്റ്റംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റം സബ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ല അവിടെ സ്റ്റഡി ചെയ്യുന്നത്, ബട്ട് റാദർ ഇറ്റ് ഓൾസോ സ്റ്റഡീസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പോൾ സിസ്റ്റം അപ്രോച്ചിൽ ആ ഒരു സബ് സിസ്റ്റം മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിറ്റുവേഷണൽ അപ്രോച്ചിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷണൽ അപ്രോച്ച്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ ഇത്രയുള്ളൂ, ഒരു സിംഗിൾ സൊല്യൂഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ ഓരോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഡിഫറെൻറ്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും. അതാണ് ഈ സിറ്റുവേഷണൽ അപ്രോച്ചിന്റെ മെയിൻ ഐഡിയ ആയിട്ട് പറയുന്നത്.